അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ തന്നെ അധികാരമേൽക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണെങ്കിലും അമേരിക്ക ഇപ്പോൾ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയൊരു തീപിടുത്തമാണ് ഇപ്പോൾ അമേരിക്ക സംഭവിച്ചിരിക്കുന്നത്. ആ തീപിടുത്തം മൂലം അമേരിക്കയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന നഷ്ടം പോലും കണക്കുകൾ തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേൽക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുമായുള്ള സൗഹൃദ ബന്ധം അവസാനിപ്പിച്ചോ എന്നുള്ളൊരു ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ഇതുവരെയായും ഡൊണാൾഡ് ട്രംപ് തന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് വിളിച്ചിട്ടില്ല. പ്രമുഖ മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. നരേന്ദ്രമോദിയെ മാത്രമല്ല ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഡൊണാൾഡ് ട്രംപ് തന്റെ ചടങ്ങിലേക്ക് ഇതുവരെയും ക്ഷണിച്ചിട്ടില്ല. എന്നാൽ അതേസമയം അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധവും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ഇസ്രായേലിന് സഖ്യമായി ചേരുന്ന അമേരിക്കയുടെ ചിന്താഗതികളും അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങളുമെല്ലാം നമ്മൾ വളരെയധികം ചർച്ച ചെയ്തതുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്നുള്ളതും നമുക്ക് വ്യക്തമാണ്. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധം ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. വർഷങ്ങളേറെയായി അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നല്ലൊരു ബന്ധം പുലർത്തുന്നുണ്ട്. അമേരിക്കയ്ക്ക് ആവശ്യമുള്ളതെല്ലാം മോദി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോദിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഡൊണാൾഡ് ട്രംപ് തൊട്ടടുത്ത് തന്നെയുണ്ട്. എന്നാൽ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജോ ബൈഡനുമായി നരേന്ദ്രമോദിക്ക് അത്ര തന്നെയുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് ഡൊണാൾഡ് ട്രംപുമായി നല്ലൊരു ബന്ധത്തിൽ ഏർപ്പെടുവാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്നാൽ പോലും ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ഡൊണാൾഡ് ട്രംപ് ഇതുവരെയും നരേന്ദ്രമോദിയെ എന്തുകൊണ്ട് തന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസിദ്ധമാകും.